സുവർസാറാണ്. ഞാനിന്ന് പറയാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജസുകൾ ഏറ്റവും നല്ലത് തേടി നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ആവശ്യം വന്നിട്ടുണ്ട്, നല്ല കോളേജ് കിട്ടിയാൽ, നല്ലൊരു കോഴ്സ് കിട്ടിയാൽ പഠിച്ചെടുത്ത് നല്ലൊരു ജോലി ഉടൻ തന്നെ സമ്പാദിക്കാം. കറക്റ്റാണ്. എന്തായാലും നല്ല ജോലിയും നല്ല കോളേജും നല്ല ബ്രാഞ്ചും ഇതെല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. അതെല്ലാവർക്കും അതേപോലെ നല്ല രീതിയിൽ കൂടെ സന്തോഷമായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നമുക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് വലിയ താമസമില്ലാതെ എത്തും. അത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. നമുക്കപ്പോൾ കോളേജസുകളെ എല്ലാം ഏകദേശം ഒരുവിധം അറിഞ്ഞെങ്കിലേ അത് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു രീതിയിൽ കൂടെയുള്ള കുറേ ക്ലാസ്സുകളെന്ന് പറയാൻ പറ്റില്ല, സെഷൻസുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലുള്ള IHRD കോളേജസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരുവിധം ഭേദപ്പെട്ട് ടോപ്പിലുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേ താഴെയല്ല, നല്ല ഒരുവിധം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറേ കോളേജസുകളാണ് IHRDയുടെ അണ്ടറിലുള്ളത്. ഏകദേശം 9 കോളേജസാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് എന്നാണ് വിളിക്കുന്നത്. പക്കാ ഗവൺമെൻറ്റും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റും അല്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനുള്ളിൽ ഉണ്ട് താനും. നമുക്കിപ്പോൾ പ്ലേസ്മെൻറ്റൊക്കെ ആകുമ്പോൾ ഒരു ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കൂടെ തന്നെ ഇവിടെ നമുക്ക് പല പ്രയോജനങ്ങളും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കോളേജസുകളെല്ലാം ഒരു ബുക്കിലൊക്കെ എഴുതി വെച്ചോണം. കാരണം നിങ്ങൾക്ക് ഏതാണ് പോകേണ്ടത് എന്നുള്ളത് എന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് കിട്ടും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിനുള്ളിലെ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തരുന്നത് കൊണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ്, അതുപോലെ അത്യാവശ്യം സീറ്റുകൾ ഏതൊക്കെയാണ്, എത്ര സീറ്റ്സ് ഉണ്ട് അവിടെ എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് തരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 രീതിയിൽ കൂടെയാണ് അഡ്മിഷൻ നടക്കുന്നത്. ഒന്നാമത് നമ്മളെപ്പോഴും പറയാറുള്ള സാധാരണ രീതിയിൽ കൂടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കൂടെയുള്ള മെറിറ്റ് സീറ്റാണ്. രണ്ടാമത്തേത് മാനേജ്മെൻറ്റ് സീറ്റ്. മൂന്നാമത്തേത് നമ്മുടെ NRI സീറ്റാണ്. ഈ NRI സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തന്നെ ഉള്ള കുട്ടികളൊക്കെ ആയിരിക്കും നാട്ടിലെ, പക്ഷേ അവർ NRI സീറ്റിൽ എടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് കീം എഴുതി പാസ്സാവാത്ത കുട്ടികൾ, നമുക്കതൊരു പ്രയോജനം ആണ് ഇത്. കാരണം ചില കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബാഡ് ലക്ക് കൊണ്ടായിരിക്കും നമ്മുടെ കീം എഴുതാൻ പറ്റാത്തതോ അല്ലെങ്കിൽ പറ്റിയിട്ട് എഴുതിയിട്ട് കിട്ടാത്തതോ. അപ്പോൾ അവർക്ക് ഇതുവഴി നമുക്ക് NRI സീറ്റ് വഴി നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രവേശനം ലഭിച്ച് കയറാൻ പറ്റും. ഇത്തിരി ഫീസ് കൂടുതലാണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് തരാൻ പോകുന്നത്. ഇതിനുള്ളിലെല്ലാം പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. കമ്പ്യൂട്ടർ സയൻസിന് നല്ലൊരു ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നറിയാം. പ്രത്യേകിച്ച് IHRD കോളേജസുകളിലെല്ലാം കമ്പ്യൂട്ടർ സയൻസിന് അടിപൊളിയായിട്ടുള്ള പ്ലേസ്മെൻ്റ് ആണുള്ളത്. ഇനിയും ഇതിൻ്റെ റാങ്കിങ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ, നമുക്കൊരു കോളേജിൻ്റെ റാങ്കിങ് നോക്കുമ്പോൾ ചില ബ്രാഞ്ചസിലായിരിക്കും അവിടെ പെർഫോം ചെയ്യുന്നത്. അല്ല, ഒരു കോളേജിലെ എല്ലാ ബ്രാഞ്ചും ഒരേപോലെ ആയിരിക്കത്തില്ല പെർഫോം ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല, ഇപ്പോൾ ഒരു കോളേജിൻ്റെ ഒരു ഓവറോൾ റാങ്ക് എടുത്തിട്ട് ആ കോളേജിലെ എല്ലാ ബ്രാഞ്ചും നല്ല രീതിയിൽ കൂടെയാണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചില ബ്രാഞ്ചസുകൾ നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യും, ചില ബ്രാഞ്ചുകൾ മോശമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതും ശ്രദ്ധിക്കാനുള്ളതാണ്. ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, കമ്പ്യൂട്ടർ സയൻസിനും ഇലക്ട്രോണിക്സിനും ഒക്കെ അടിപൊളിയാണ് നമ്മുടെ ഈ കോളേജസെല്ലാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളേജുകളുടെ എല്ലാം ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഡേറ്റ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം ഇതിൻ്റെ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഏറ്റവും നല്ലൊരു കോളേജിൻ്റെ പേര് തന്നെ ആദ്യം പറഞ്ഞേക്കാം. നമ്മുടെ IHRDയിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, കൊച്ചി. ഓക്കെ, ഏകദേശം കണ്ടല്ലോ, കൂടുതൽ കുട്ടികൾ പഠിക്കുമ്പോഴേ ഓർത്തോണം അവിടെ ഒരുവിധം നല്ല കോളേജാണ് എന്നുള്ളത്. മീൻസ് ഒത്തിരി കുട്ടികൾ അവിടെ ആവശ്യക്കാർ വരുന്നതുകൊണ്ടാണല്ലോ. അവിടെ 540 സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. CS-ന് തന്നെ 180 ഉണ്ട്, EC 120, EEE 60. ബാക്കിയൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും മെയിനായിട്ടുള്ളവരെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചെങ്ങന്നൂർ വളരെ ഫേമസ് ആണ്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിന്. ഓക്കെ, 420 കുട്ടികൾ പഠിക്കുന്നുണ്ട്. CS-ന് അവിടെ ഉണ്ട്, നോക്കിക്കുക, 180, EC 120, EEE 60 പേര്. എനിക്ക് CS കമ്പ്യൂട്ടർ സയൻസ് ചെങ്ങന്നൂർ പഠിക്കുന്ന ഒത്തിരി കുട്ടികൾ, എൻ്റെ കുട്ടികൾ തന്നെ പഠിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. മീൻസ് എൻ്റെ അടുത്ത് പഠിച്ച ഒത്തിരി കുട്ടികൾ, ട്യൂഷൻ പഠിച്ച കുട്ടികൾ ഒത്തിരി പഠിച്ച് അടിപൊളിയായിട്ടുള്ള ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂരിന് അടുത്താണ്, തിരുവല്ലയ്ക്കും അടുത്താണ്, മാവേലിക്കരയ്ക്കും എല്ലാം 3ഉം ഒരേ ഡിസ്റ്റൻസ് നിൽക്കുന്ന നമ്മുടെ പ്ലേസാണ്. മാന്നാർ, പരുമല എന്നൊക്കെ കേട്ടുണ്ടാവും. പരുമല പള്ളിയൊക്കെ പ്രസിദ്ധമാണ്, അവിടെയാണ്. അപ്പോൾ ഇത് 3ഉം ഒരേ ഡിസ്റ്റൻസിലാണ്, ഏകദേശം 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ 3 നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും അടുത്തുള്ള ഒരു നല്ല കോളേജാണ് IHRD ചെങ്ങന്നൂർ. ഓക്കെ,
അത് പ്രത്യേകിച്ച് സി എസിന്. അതാ ഞാൻ പറഞ്ഞത്, അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സി എസിനാണ് കേട്ടോ. മറ്റുള്ള ബ്രാഞ്ച് അത്രയും പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി. അപ്പോൾ നമുക്കൊരു ഒരു കോളേജിൻ്റെ ഫുൾ റാങ്ക് നോക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് അത്ര കൃത്യമായിട്ടുള്ള ഡേറ്റ അല്ല കിട്ടുന്നത്. ചിലപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ഏറ്റവും കിട്ടുന്ന ഹൈ വെച്ചുകൊണ്ടായിരിക്കും മറ്റുള്ള ബ്രാഞ്ച് ചിലപ്പോൾ അത്രയ്ക്ക് നല്ലതായിരിക്കത്തുമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനും കൃത്യമായിട്ട് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ. ഇച്ചിരി ദൂരം പോയാൽ മതി. ചെങ്ങന്നൂരിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 20-25 കിലോമീറ്റർ എത്തുമ്പോൾ അടൂരെത്തും. അവിടെ ഏകദേശം 300 സീറ്റോളം ഉണ്ട്. അവിടെ CS 60, EC 60, EE മീൻസ് ട്രിപ്പിൾ 60, മെക്കാനിക്കലോടുണ്ട് കേട്ടോ. 120 സീറ്റുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മെക്കാനിക്കലിന് ഇത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് കണ്ടോ. അവിടെ അങ്ങനെയാണ് ഓരോ കോളേജിൻ്റെ. അല്ലാതെ കണ്ടോ ചിലടത്ത് മെക്കാനിക്കൽ കാണത്തില്ലുണ്ട്, ഇവിടെ മെക്കാനിക്കൽ ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. ഓക്കെ, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല. അവിടെ 210 സീറ്റേ ഉള്ളൂ ടോട്ടൽ. അവിടെ അപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് കണ്ടോ 120, പകുതി കൂടുതൽ അത് തന്നെയാണ്. EC പിന്നെ EE ട്രിപ്പിൾ 30. ഓക്കെ, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി 300 സീറ്റാണ്. അവിടെയും CS കണ്ടോ 120. അപ്പോൾ നിങ്ങളെല്ലാം നോക്കുമ്പോൾ എന്തോ CS ഭയങ്കര പ്രയോജനമുള്ള പോലെ കുട്ടികൾ കാണുന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ സീറ്റ്സ് അവർക്ക് അനുവദിക്കുന്നുണ്ട്. മറ്റുള്ളതൊന്നും മോശമല്ല, എല്ലാവരും ഈസി ഉണ്ട് കേട്ടോ. ECയും ട്രിപ്പിളിയും 30 വെച്ചാണ് അവിടെ ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ. ഇത് ഏകദേശം തിരുവല്ലയിൽ നിന്നും ഇച്ചിരി ദൂരെ അങ്ങോട്ട് പോകുമ്പോഴാണ് കല്ലൂപ്പാറ. തിരുവല്ലയ്ക്ക് അടുത്താണ്. അവിടെ 320 സീറ്റുണ്ട് ടോട്ടൽ. അവിടെ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് 2 ഉണ്ട്, നമ്മുടെ പ്ലെയിൻ കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്, സൈബർ സെക്യൂരിറ്റിയുടെ ഒരു 60 സീറ്റുകൂടെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ECയും ട്രിപ്പിളിയും 60 വെച്ചുണ്ട് അവിടെ. നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ ട്രിവാൻഡ്രത്തിനടുത്താണ്. അവിടെ 240 സീറ്റിൽ CS 60, നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അവിടെ 60 ഉണ്ട്. നെക്സ്റ്റ് EC 60, ട്രിപ്പിളി 60. ഓക്കെ, നെക്സ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ശരിയായൊക്കെ വരുന്നേ ഉള്ളൂ. അവിടെ 30 സീറ്റ് കമ്പ്യൂട്ടർ സയൻസിന് മാത്രമേ ആയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ലാസ്റ്റ് വൺ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര. 210 സീറ്റിൽ CS 120 ഉണ്ട്. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവിടെ ഉള്ളത്. അവിടെ 60 സീറ്റാണ്. നെക്സ്റ്റ് എന്താണ് EC അതാണ് 30. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത് നിങ്ങൾ എഴുതി വെക്കണം, അല്ലെ ചുമ്മാതെ കണ്ടുപോകരുത്. എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ കോളേജുകളിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയത് നല്ലതാണ് കേട്ടോ. മോശമല്ലാതെ പോകുന്നതാണ് ഇനിയും പോകത്തുള്ളൂ അതേപോലെ. കാരണം ഇതൊരു ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോളേജസുകളാണ്. അതുകൊണ്ട് ഒരിക്കലും പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ മോശമായി പോവുകയോ ചെയ്യില്ല. ഒരുവിധം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തേ പോകത്തുള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് പോവുകയും ചെയ്യാം. ഓക്കെ, ഇത്രയും ഡേറ്റ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും ഇതൊന്ന് നോക്കാം. ഇതിനുള്ളിൽ ഇതെല്ലാ സ്ഥലത്തും ഉണ്ട്, ഏകദേശം ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജ് നിങ്ങൾക്ക് നോക്കി പോവുകയും ചെയ്യാം. ഓക്കെ, ഇതേപോലെ മറ്റുള്ള നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഡേറ്റാസുകൾ ഉടൻ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവരും മാക്സിമം നമ്മളെ ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.